ഇവരുടെ കയ്യിലല്ലേ പോലീസ് ഇരിക്കുന്നത്, ഇവരുടെ കയ്യിലല്ലേ വിജിലൻസ് ഇരിക്കുന്നത്. അവരെ അന്വേഷിച്ച് നീട്ടി കൊണ്ടുപോയി ഒന്നും കണ്ടെത്താത്തതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതിയിൽ പോയി. അപ്പൊ ആളുകളെ പറ്റിക്കുക, കള്ളം പറയുക, ഇത് ഇവരുടെ ഗവൺമെന്റ് തന്നെ പെറ്റീഷൻ അയച്ച് ഇവരുടെ ഗവൺമെന്റ് തന്നെ അന്വേഷിച്ച് എനിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക. എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇവര് ഇതിനെ എന്നെ വെറുതെ വിടുന്നു. നമസ്കാരം, നമ്മളിപ്പോൾ നിൽക്കുന്നത് അരുവിക്കരയിലാണ്. ഇവിടെ UDF സ്ഥാനാർത്ഥിക്കൊപ്പമാണുള്ളത്. സാർ, എല്ലാവരും വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള പ്രചരണമാണ്. പക്ഷെ നമ്മളിപ്പോ വരുന്ന വഴിയുടെ അവസ്ഥ തന്നെ കണ്ടാൽ മനസ്സിലാകും ഇവിടുത്തെ ഒരു വികസനം എങ്ങനെയാണ് എന്നുള്ളത്. എന്താണ് സാറിന്റെ ഒരു പ്ലാൻ? എന്താണ് ഈ വികസനം മാറാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പൊ പറയുന്ന തരത്തിലുള്ള വികസനം. ഞാനിവിടെ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം ഈ അസംബ്ലി മണ്ഡലത്തിലെ എല്ലാ പ്രദേശങ്ങളും ഞാൻ സന്ദർശിച്ചു. വളരെയധികം വികസനം ആവശ്യമുള്ള ഒരു പ്രദേശമായിട്ട് ഈ അരുവിക്കര മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇവിടെ നിലവിലുണ്ടായിരുന്ന MLA, ജനങ്ങൾക്കെല്ലാം വലിയ പ്രതിഷേധമാണ്. ഈ MLA ഇവിടെ പ്രവർത്തിക്കുമ്പോൾ പല പ്രദേശങ്ങളിലും അടിസ്ഥാനപരമായ ജനങ്ങളുടെ ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. ആദിവാസി മേഖല ഒരുപാടുള്ള സെറ്റിൽമെന്റ് കോളനി ഒരുപാടുള്ള പ്രദേശം, അവിടെയൊക്കെ പോയി എത്താൻ തന്നെ വലിയ പാടാണ്. റോഡൊക്കെ കുണ്ടും കുഴിയുമായി കിടക്കുന്ന, ഞാൻ എൻ്റെ കാറ് മാറ്റി ജീപ്പിലാണ് പോയത്. ജീപ്പ് തന്നെ മറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇവിടുത്തെ ആളുകൾ ജീവിക്കുന്നു. എന്തെങ്കിലും അസുഖം വന്നാൽ അവരെ കൊണ്ടുവരുന്നതിനൊക്കെ കുടിവെള്ളമില്ല, വെളിച്ചമില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു പ്രദേശങ്ങളാണ് ആദിവാസി മേഖലയിൽ ഞാൻ കണ്ടത്. അതുപോലെ തന്നെ ഈ വനമേഖല, വന്യജീവികളുടെ വലിയ ആക്രമണമാണ്. എത്രയോ ആളുകൾ മരണപ്പെട്ടിട്ടും ഈ ഗവൺമെന്റ് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ടുന്ന ഗവൺമെന്റാണ്. പക്ഷെ അതിന് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കുടിവെള്ളമില്ല പല പ്രദേശങ്ങളിലും. ഏറ്റവും വലിയ നേട്ടമായിട്ട് ഇവരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ വിഷയങ്ങളാണ്. LDF സർക്കാർ ഈ പറയുന്ന റോഡ് വികസനമാണെങ്കിലും കുടിവെള്ളത്തിന്റെ കാര്യമാണെങ്കിലും കറണ്ടിന്റെ കാര്യമാണെങ്കിലും അതൊക്കെ വലിയ വിജയമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രചാരണങ്ങളാണല്ലോ നടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നിയോജകമണ്ഡലത്തിൽ ഓരോ സ്ഥലത്ത് പോയപ്പോ അവിടുത്തെ ജനങ്ങൾ, പാവപ്പെട്ടവർ എന്നോട് പറയുകയാണ്. ഇന്നലെ ഞാൻ നമ്മുടെ വിതുര തൊളിക്കോട് മേഖലയിൽ പര്യടനമായിരുന്നു. അവിടെ G. കാർത്തികേയൻ MLA ആയിരുന്ന സമയത്ത് അദ്ദേഹം തുടങ്ങി വെച്ച ഒരു പദ്ധതിയാണ് വിതുര തൊളിക്കോട് ശുദ്ധജല പദ്ധതി. 10 കൊല്ലമായി. കാരണം G. കാർത്തികേയൻ മരണപ്പെട്ടിട്ട് അത് കഴിഞ്ഞ 5 വർഷക്കാലം ഒരു MLA ഉണ്ടായി. 80% പൂർത്തീകരിച്ച ആ ശുദ്ധജല വിതരണ പദ്ധതി ഇതുവരെ ഈ ഗവൺമെന്റിന് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടുത്തെ ആളുകളുടെ മുഴുവൻ പോയപ്പോൾ പറഞ്ഞു, സാറ് വന്നാൽ ഈ കുടിവെള്ള പദ്ധതി ഉടൻ നടപ്പിലാക്കണം. കുടിവെള്ളം കിട്ടുന്നില്ല. അത് ഓരോ പ്രദേശത്തും അത് തന്നെയാണ് സ്ഥിതിവിശേഷം. അപ്പോൾ അതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു മന്ത്രി എന്ന നിലയിൽ ഒരുപാട് പരിചയം ഉണ്ടാകും. അപ്പോൾ ഈ അരുവിക്കരയിൽ വന്നു കഴിഞ്ഞാൽ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒന്നാമത്തെ മാറ്റം എന്തായിരിക്കും? ഇവിടെ ജനങ്ങളുടെ അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. മനുഷ്യന് കുടിവെള്ളം കിട്ടണം, റോഡുകൾ നന്നാക്കണം. അത് ആദിവാസി മേഖലയായാലും മറ്റേത് മേഖലയായാലും. ഈ റോഡ് നിങ്ങൾ കാണുന്നില്ല, തകർന്നടിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പരിഹരിക്കുന്നതിലേക്ക് വേണ്ടിയുള്ള ഒരു വികസന രേഖ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നുണ്ട് ജനങ്ങളുടെ. അത് നടപ്പിലാക്കും, ആ പദ്ധതികൾ നടപ്പിലാക്കും. അതുപോലെ തന്നെ അരുവിക്കരയുടെ ഈ നിയോജക മണ്ഡലത്തിന്റെ സാമൂഹികമായ പശ്ചാത്തലം മനസ്സിലാക്കി ഇവിടുത്തെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കും. അതിലേക്ക് വേണ്ടി ജനങ്ങളുമായി ചർച്ച ചെയ്ത് വേണ്ടി ആ പദ്ധതികൾ രൂപം കൊടുക്കുമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്ഥാനാർത്ഥികളല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും മുഖ്യ ഘടകം. ഇവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ള മത്സരം നടക്കുമ്പോൾ 10 വർഷക്കാലമായ LDF ഗവൺമെന്റ് ഈ നാട്ടിലെ ജനങ്ങളോട് ചെയ്ത ദ്രോഹം, ജനവിരുദ്ധമായ നടപടി, അതിനൊക്കെ പകരം വീട്ടാനെന്നുള്ള ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും വ്യക്തികൾക്കൂടെ പ്രാധാന്യമില്ല. തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങൾ നാടിന്റെ വികസനമാണ്, ജനങ്ങളുടെ ക്ഷേമമാണ്. അത് അവരെന്ത് ചെയ്തു, ഞങ്ങളെന്ത് ചെയ്തു എന്നുള്ളത്. ഞാൻ മന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് MLA-ആയിരുന്നു, മന്ത്രിയായിരുന്ന സമയത്ത് തിരുവനന്തപുരത്ത് ജനപ്രതിനിധിയായിരുന്നു. ഇന്ന് കാണുന്ന തിരുവനന്തപുരം നഗരത്തെ മാറ്റിയെടുത്തത്, ഈ വികസിത നഗരമാക്കി മാറ്റിയത് ഞാനവിടെ മന്ത്രിയായിരുന്ന സമയത്താണ്. ഈ തിരുവനന്തപുരം പട്ടണത്തിലെ മുഴുവൻ റോഡുകളും നവീകരിച്ച് അവിടെ ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ച് പഴയ തിരുവനന്തപുരം അല്ല അത് കൊണ്ടുവന്നത് ഞാനാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്ത് തിരുവനന്തപുരത്തിന്റെ ചുമതലയുണ്ടായിരുന്ന മന്ത്രി എന്നുള്ള രീതിയിൽ ഞാൻ നടപ്പിലാക്കിയ പദ്ധതികൾ, അതുപോലത്തെ പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട്. അതിവിടെ നടപ്പിലാക്കും.
ഈ ഉമ്മൻചാണ്ടിയുടെ പേരിൽ പുതിയൊരു ഒരു പദ്ധതി കൂടെ കൊണ്ടുവരുന്നുണ്ടല്ലോ. അപ്പോ അങ്ങനെയുള്ള അതായത് ഇപ്പോ 5 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് UDF സർക്കാർ വരികയാണെങ്കിൽ ഉറപ്പ് നൽകുന്നത്. അത് എത്രത്തോളം പ്രായോഗികമായിട്ടാണ് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നത്? അത് ഞങ്ങള് വളരെയധികം ആലോചിച്ച് ചർച്ച ചെയ്താണ് ഈ 5 പദ്ധതികൾ ഇവിടെ പ്രഖ്യാപിച്ചത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം UDF-നെ സംബന്ധിച്ചിടത്തോളം പദ്ധതികൾ വെറുതെ LDF പ്രകടനപത്രിക ഉൾപ്പെടുത്തുന്ന പോലെയല്ല. ഞങ്ങൾ വളരെയധികം പഠനം നടത്തിയിട്ടാണ് ഞങ്ങൾ ഈ പദ്ധതികൾ രൂപം കൊടുത്തത്. അത് നടപ്പിലാക്കുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ നാമധേയത്തിൽ നമ്മൾ ഒരു സൗജന്യ ഇൻഷുറൻസ് ചികിത്സാ പദ്ധതി, ആ പദ്ധതി നടപ്പിലാക്കും എന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ കാരണം ഈ നമ്മുടെ സംസ്ഥാനത്ത് പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സ ഇപ്പോൾ കിട്ടുന്നില്ല. ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത്, ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് ഞാൻ ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ കേരളത്തിലെ എല്ലാ ചികിത്സയും സൗജന്യമായിരുന്നു. ആ പദ്ധതികളെല്ലാം ഇവർ നിർത്തലാക്കി. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് ഒരു രോഗം വന്നാൽ അവർക്ക് എങ്ങനെ ചികിത്സിക്കാൻ കഴിയും? അപ്പോൾ ആരോഗ്യം ഒരു അവകാശമാണ് എന്നുള്ള തരത്തിൽ UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ അതിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കും എന്നുള്ളതിന്റെ ആദ്യ ഘട്ടമായിട്ടാണ് ഉമ്മൻചാണ്ടി സാറിന്റെ പേരിൽ സൗജന്യ ചികിത്സാ പദ്ധതി ഞങ്ങൾ പ്രഖ്യാപിച്ചത്. നമ്മുടെ വാഹനം മുന്നോട്ട് പോകുന്ന പോലുമില്ല ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ. അതെ, റോഡ് നിന്ന് ഇത് MLA-യും ഭരണകക്ഷിക്കാരും പറയും ഇവിടെയെല്ലാം സ്വർഗമാക്കിയിട്ടിരിക്കുന്നതാണ്. നിങ്ങൾക്ക് അനുഭവിച്ചല്ലോ, നേരത്തെ അനുഭവപ്പെട്ടല്ലോ ഈ റോഡുകൾ. അതുപോലെ കുടിവെള്ളം കിട്ടുന്നില്ല പല സ്ഥലത്തും. ഇവിടെ ഈ ഈറ്റ തൊഴിലാളി ഇവിടുത്തെ വലിയൊരു വിഭാഗമാണ്. അവർക്ക് ജോലിയില്ല, അവരൊക്കെ പട്ടിണിയിലാണ്. ഈ ഗവൺമെന്റ് ഒന്നും ഒരു കാര്യവും ചെയ്യുന്നില്ല. ഞാൻ 2 ദിവസം മുമ്പ് ബോണക്കാട്, അവിടെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ഈ ലയങ്ങൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 3 കോടി രൂപ ലയങ്ങൾ കൊണ്ടുത്തരിക്കുന്നതിന് കൊണ്ട് 10 വർഷം കഴിഞ്ഞിട്ട് ഒരു പ്രവർത്തനവും മുന്നോട്ട് പോയില്ല. അപ്പൊ വികസന വിരുദ്ധമായ ഒരു നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഗവൺമെന്റിനെതിരായി ജനങ്ങൾ വിലയിരുത്തും. ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡടക്കം ഞാനിവിടെ MLA ആയി വന്നാൽ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞങ്ങൾക്കൊക്കെ ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. ഞാൻ MP ആയിരുന്നപ്പോഴും MLA ആയിരുന്നപ്പോഴും ഒക്കെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ്. അതിന് ഇച്ഛാശക്തിയും ഇതിന് മെനക്കെടണമെന്നുള്ള ഒരു താല്പര്യം ഉണ്ടാകണം. അല്ല അധികാരത്തിൽ വന്നാൽ പിന്നെ ജനങ്ങളെ തിരിഞ്ഞു നോക്കില്ല എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയും. അപര പേടിയുണ്ടോ? ഇപ്പൊ VS ശിവകുമാർ എന്നുള്ള സമാന പേരുള്ള അപരനെ അടക്കം ഇറക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപമുണ്ടോ? ഇത് പരാജയ ഭീതി ഉള്ളതുകൊണ്ടാണ്, പേടിയാണ് എന്ന് നമ്മുടെ UDF-നെ അവർ ഭയക്കുന്നു എന്നുള്ളതാണ്. 10 വോട്ടെങ്കിലും മാറി എങ്ങനെയെങ്കിലും ജയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇതൊക്കെ അറിയും. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ. അതൊന്നും ഇവിടെ പ്രബുദ്ധരായ ജനങ്ങളാണ് ഇവിടെ ഈ അരുവിക്കരയിലുള്ളത്, കേരളത്തിലുള്ളത്. അതൊന്നും വിലപ്പോകില്ല. ഇവിടെ തപ്പി നടന്ന് VS ശിവകുമാർ എന്ന് പറഞ്ഞ പേര് വെച്ചാൽ ഞങ്ങളെയൊക്കെ ജനങ്ങൾക്ക് തിരിച്ചറിയാം. അത് ചിഹ്നമാണ്, കൈപ്പത്തി ചിഹ്നമാണ്. കൈപ്പത്തി ചിഹ്നത്തിൽ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തി യാതൊരു സംശയവും. പിന്നെ അതോടൊപ്പം തന്നെ ഉള്ളത് പ്രധാനമായിട്ട് ഡീൽ ആരോപണങ്ങളാണ്. അങ്ങനെ ഒരു ഡീൽ ഇവിടെയും നടക്കുന്നതായിട്ട് തോന്നുന്നു. BJP LDF ഡീല് അവരുടെ അന്തർധാരയുടെ ഭാഗമായിട്ട് പലയിടത്തോർ ചെയ്യുന്നുണ്ട്. അവരുടെ ഉദ്ദേശം എന്താ? കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക. അതിനെന്ത് ഡീലും അവർ എടുക്കും. നരേന്ദ്രമോദി പറയുന്നത് എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം. പിണറായി വിജയൻ പറയുന്നത് എന്താണ്? കോൺഗ്രസ് മുക്ത കേരളം. അതിനുവേണ്ടി അവരെന്ത് ഡീലും നടത്തും. അതാണ് ഇവിടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക, UDF-നെ പരാജയം. പക്ഷേ UDF വൻ വിജയം നേടും. കാരണം ഇതുപോലെയുള്ള പരിപാടികളൊന്നും കൊണ്ട് കേരളത്തിലെ ജനങ്ങൾ അവർ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും അത് പരിഹരിക്കപ്പെടണമെന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. അല്ലാതെ ഇതുപോലത്തെ ചെപ്പടി വിദ്യ കാണിച്ചുകൊണ്ട് കോൺഗ്രസിനെ പരാജയപ്പെടുത്താനൊന്നും ശ്രമിക്കുന്നില്ല. ഇന്നിപ്പോ ദേശാഭിമാനിയിലെ ഒരു ആർട്ടിക്കിൾ വന്നിരിക്കുകയാണ്. അതായത് അഴിമതിയിൽപ്പെട്ട 8 നേതാക്കന്മാർ എന്ന് പറയുന്ന കൂട്ടത്തിൽ VS ശിവകുമാറിന്റെ പേരും ചേർത്തിട്ടുണ്ട്. അതായത് അനധികൃതമായിട്ട് ബിനാമിയുടെ രേഖകളുടെ പേരിൽ ഭൂമി സ്വത്ത് വാങ്ങിയെടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ ബിനാമി പേരിൽ അനധികൃത സ്വത്ത് സമ്പാദിച്ചു, സ്വകാര്യ മേഖലയിൽ മെഡിക്കൽ കോളേജുകൾക്ക് NOC നൽകി എന്നീ 2 അഴിമതികളാണ് സാറിന്റെ പേരിലുള്ളതെന്നാണ് ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഇവരുടെ ഗവൺമെന്റ് തന്നെ കള്ള പെറ്റീഷൻ അയച്ച് ഇവരുടെ ഗവൺമെന്റ് തന്നെ അന്വേഷിച്ച് എനിക്ക് ക്ലീൻ ചിറ്റ് കൊടുത്തിരിക്കുക. എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇവര് ഇതിനെ എന്നെ വെറുതെ വിടുന്നു. അപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ എഴുതി വിടുക. ക്ലീൻ ചിറ്റ് തന്നു എന്ന് ഈ രാജ്യത്തെ മുഴുവൻ പത്രമാധ്യമങ്ങളിലും വന്ന വാർത്തയായിരുന്നു. എന്ത് അഴിമതി നടത്തി? ഞാന്
ഈ സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക. ഇലക്ഷൻ വരുമ്പോൾ കള്ളപ്രചരണങ്ങൾ നടത്തുക. ഇവരുടെ പോലീസ് അന്വേഷിച്ച് പ്രിലിമിനറി എൻക്വയറി നടത്തിയപ്പോൾ തന്നെ ഒന്നും കണ്ടെത്തിയില്ല. അത് കഴിഞ്ഞ് പ്രൈമറി എൻക്വയറി നടത്തി ഇവര് ഇതേക്കുറിച്ച് അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താതെ ഇതിനെ നീട്ടിക്കൊണ്ടുപോയി അന്വേഷണം. ഞാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി ഉത്തരവിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ അന്വേഷണം നടത്തി പൂർത്തീകരിച്ചത്. അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇതൊക്കെ നിങ്ങൾ ജനങ്ങളോട് പറയണം. അവരുടെ പോലീസ് അന്വേഷിച്ച് 10 കൊല്ലം അന്വേഷിച്ച് നീട്ടി കൊണ്ടുപോയി ഞങ്ങളെ കുറ്റക്കാരനായി സമൂഹത്തിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നതിലേക്ക് പോയി. അപ്പൊ ഞാൻ ഹൈക്കോടതി പോയി. ഹൈക്കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന അന്വേഷണം നടത്തി പൂർത്തീകരിച്ചു. എനിക്കൊരു ബിനാമിയുമില്ല, ഒരു അനധികൃത സ്വത്ത് സമ്പാദനവും ഇല്ല എന്ന് തെളിയിച്ച റിപ്പോർട്ട് ഈ ഗവൺമെന്റ് കയ്യിലുണ്ട്. പിന്നെ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പോ ഇത്തരത്തിലുള്ള പ്രചാരണങ്ങളൊക്കെ ശരിക്കും UDF-ന്റെ വിജയം അവർ ഉറപ്പിച്ചത് കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായിട്ടും UDF-ന്റെ വിജയം ഉറപ്പിച്ചത് കൊണ്ട് ഇനി വ്യക്തിപരമായി അധിക്ഷേപിക്കുക എന്നുള്ളത് ഇതിപ്പോ വളരെ വ്യക്തമല്ലേ. ഒരു മാസത്തിന് മുമ്പല്ലേ പറഞ്ഞത്, പത്രമാധ്യമങ്ങളിൽ വന്നത്, എല്ലാത്തിലും വന്നില്ലേ ശിവകുമാറിന് ക്ലീൻ ചിറ്റ്. 10 വർഷമായി അന്വേഷിച്ചിട്ട് അന്വേഷണം പൂർത്തീകരിക്കാതെ ഒന്നും കണ്ടെത്താത്തത് കൊണ്ട് അന്വേഷണം നീട്ടിക്കൊണ്ടുപോയി. അപ്പൊ ഞാൻ ഹൈക്കോടതി പോയി. ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല, അനധിക സ്വത്ത് സമ്പാദിച്ചിട്ടില്ല, എനിക്ക് ബിനാമി ഏർപ്പാടില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാൻ ഹൈക്കോടതി പോയി. ഹൈക്കോടതി അങ്ങനെ ഉണ്ടെങ്കിൽ ഹൈക്കോടതി പോകും. ഹൈക്കോടതി അന്ത്യശാസനം കൊടുത്തു, അന്വേഷിക്കണം, അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുക്കണം എന്ന് പറഞ്ഞ അന്വേഷണ റിപ്പോർട്ട് ഞാനത് കണ്ടില്ല. ഈ ദേശാഭിമാനി ഇപ്പൊ ദേശാഭിമാനി പറഞ്ഞു വീഴും, അതിന് സംശയമൊന്നുമില്ല. നമ്മുടെ വിജയ പ്രതീക്ഷ എന്ന് പറയുന്നത് 100% തന്നെയാണ്. ഇവര് 10 കൊല്ലമായിട്ട് ഇവരുടെ ഗവൺമെന്റിൽ ഇരിക്കുന്നു. ഇവരുടെ കയ്യിലല്ലേ പോലീസ് ഇരിക്കുന്നത്, ഇവരുടെ കയ്യിലല്ലേ വിജിലൻസ് ഇരിക്കുന്നത്. അവരെ അന്വേഷിച്ച് നീട്ടി കൊണ്ടുപോയി ഒന്നും കണ്ടെത്താത്തതുകൊണ്ടാണ് ഞാൻ ഹൈക്കോടതി പോയി. അപ്പൊ ആളുകളെ പറ്റിക്കുക, കള്ളം പറയുക, കള്ളപ്രചരണങ്ങൾ നടത്തി എങ്ങനെയെങ്കിലും ജയിക്കാൻ നോക്കും. ഈ കള്ളപ്രചാരണങ്ങൾ എന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് ഓർമ്മ എന്താണ് ഈ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിലപാട്? ഈ തെരഞ്ഞെടുപ്പിൽ അത് ബാധിക്കില്ല എന്നൊക്കെയാണ് LDF നേതാക്കളൊക്കെ തന്നെ മോഷ്ടിച്ചവര് പിന്നെ അങ്ങനെയല്ലേ പറയും. അപ്പൊ അതെങ്ങനെയാണ്? അത് ഈ തെരഞ്ഞെടുപ്പിൽ വിശ്വാസി സമൂഹമാണ് കേരളത്തിലെ. അവര് വളരെ ശക്തമായി തെരഞ്ഞെടുപ്പ് പ്രതികരിക്കുക, അതൊരു സംശയമില്ല. ഞാൻ ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ സമഗ്രമായ വികസനമാണ് ശബരിമലയിൽ നടത്തിയത്. അതുപോലെ തന്നെ അവിടെ ഒരു വിവാദവും ഇല്ലായിരുന്നു 5 വർഷക്കാലം. ഇവർ വന്ന് എന്തൊക്കെയാ ചെയ്തത്? ജനങ്ങളുടെ മനസ്സിൽ അതൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മറച്ചു വയ്ക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഇവരന്വേഷിച്ച് ക്ലീൻ ചിറ്റ് കൊടുത്തതിനെ കുറിച്ച് ദേശാഭിമാനി പത്രത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അവർ കാണിക്കുന്നത്? അതൊന്നും ജനങ്ങളുടെ മുന്നിൽ വിലപ്പോകില്ല. എന്തായാലും ടീം UDF തയ്യാറാണ് എന്ന് തന്നെയാണ് VS ശിവകുമാറിന്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ പ്രചരണവുമായി ബന്ധപ്പെട്ടാണ് നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത്. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി എന്നെ വിജയിപ്പിക്കണമെന്ന് നിങ്ങളോട് ഓരോരുത്തരോടും നേരിട്ട് അഭ്യർത്ഥിക്കുന്നതിലേക്ക് വേണ്ടിയാണ് ഞാനിവിടെ എത്തിച്ചേർന്നത്. എന്നെ അംഗീകരിക്കണം, ആശീർവദിക്കണം. ഇവിടെ വികസനത്തിന് വേണ്ടിയുള്ള സമഗ്രമായ പദ്ധതികൾ എന്റെ മനസ്സിലുണ്ട്. ആ പദ്ധതികൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുമായി നിങ്ങളോടൊപ്പം ഞാൻ എപ്പോഴും ഉണ്ടാകും എന്ന് മാത്രം പറയുന്നു. ഈ വൈകിയവേളയിൽ മറ്റു കാര്യങ്ങളെ കുറിച്ച് സൂചിപ്പിക്കുന്നില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ UDF ഗവൺമെന്റ് കേരളത്തിൽ അധികാരത്തിൽ വരണം. UDF ഗവൺമെന്റ് വന്നാൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിൽ ഞങ്ങൾ കേരളത്തിലെ പാവപ്പെട്ട ആളുകൾക്ക് സൗജന്യ ചികിത്സാ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കും. അതുപോലെ തന്നെ 25 ലക്ഷം രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്. അതുപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് ഈ ട്രാൻസ്പോർട്ട് ബസ്സിൽ സൗജന്യമായ യാത്രയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3000 രൂപയാണ് ക്ഷേമ പെൻഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 1000 രൂപ പെൺകുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള പ്രതിമാസം നമ്മൾ നൽകും. അങ്ങനെയുള്ള നിരവധി പദ്ധതികൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് പുതിയ UDF ഗവൺമെന്റ് വരുമ്പോൾ അതിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണം. ഒരിക്കൽ കൂടി ഈ വിപരീതമായ കാലാവസ്ഥയിൽ കൊടുംചൂടിൽ എന്നെ കാത്തുനിന്ന അമ്മമാർക്ക്, സഹോദരിമാർക്ക്, എല്ലാവർക്കും, പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു.